ബോസ് തമിഴ് സീസൺ 9 ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു എവിക്ഷൻ നടക്കുന്നത്. ഭാര്യയും ഭർത്താവുമായി ഒരുമിച്ച് വന്ന് പിന്നീട് അവർ 2 കണ്ടസ്റ്റൻസായി മാറുകയും ഇന്നിതാ 2 പേരിൽ ഒരാൾ ഇന്ന് എവിക്റ്റ് ആവുകയുമാണ് ചെയ്തിരിക്കുന്നത്. സാൻഡ്രയും പ്രജിനുമായിരുന്നു ആ 2 വ്യക്തികൾ. അവരിൽ നിന്ന് ഇന്ന് എവിക്റ്റ് ആയിരിക്കുന്നത് പ്രജിനായിരുന്നു. സാൻഡ്രയ്ക്ക് അത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയായിരുന്നു. നോമിനേഷനിൽ ഉണ്ടായിരുന്ന മറ്റു ഹൗസ്മേറ്റ്സിനെ എല്ലാവരെയും സേവ് ആക്കിയതിനു ശേഷം 3 പേരെ മാത്രം വിജയ് സേതുപതി ബാക്കിയാക്കി. സാൻഡ്ര, പ്രജിൻ, FJ എന്നിവരായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. വിജയ് സേതുപതി മറ്റുള്ള ഹൗസ്മേറ്റ്സിനോട് ചോദിച്ചു, ഈ 3 പേരിൽ സേവ് ആകാൻ സാധ്യതയുള്ള 2 പേർ ആരാണെന്ന് പറഞ്ഞപ്പോൾ പല ആളുകളും FJയും സാൻഡ്രയും, പിന്നീടുള്ളവർ പ്രജിൻ, സാൻഡ്ര, അങ്ങനെ മിക്സഡ് ആയിട്ടുള്ള കമന്റ്സ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാനം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം തന്റെ പക്കലുണ്ടായിരുന്ന ക്യൂ കാർഡ് എടുത്ത് ഉയർത്തി കാണിക്കുകയായിരുന്നു. അതിൽ പേര് വന്നിരിക്കുന്നത് പ്രജിൻ്റേതായിരുന്നു. ഇത് കണ്ട ഉടനെ തന്നെ ഭാര്യയായ സാൻഡ്ര വളരെ ഞെട്ടലോടുകൂടി കരയുവാൻ തുടങ്ങി. മുമ്പും പ്രജിൻ എവിക്റ്റായി എന്നുള്ളത് അറിഞ്ഞ് സാൻഡ്രയുടെ നാടകീയ രംഗങ്ങൾ പലതും ബിഗ് ബോസ് ഹൗസിൽ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അതുപോലെ തന്നെയായിരുന്നു ഇന്നും സംഭവിച്ചിരുന്നത്. കഴിഞ്ഞ തവണത്തെ പോലെ തലകറങ്ങി വീഴാതിരിക്കുവാൻ വേണ്ടി ആദ്യം തന്നെ പ്രജിനും ഹൗസ്മേറ്റ്സും എല്ലാവരും സാൻഡ്രയെ കൊണ്ട് വെള്ളം കുടിപ്പിക്കുവാനാണ് ആദ്യം ശ്രമിച്ചിരുന്നത്. എന്നാൽ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു സാൻഡ്ര. പ്രജിൻ ഒരുപാട് സമാധാനപ്പെടുത്തി, നീ നന്നായി കളിക്ക്, എനിക്ക് വേണ്ടി നീ ഇവിടെ നിൽക്ക്, പുറത്തു പോയി ഞാൻ നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം, അതുകൊണ്ട് നീ ഒട്ടും വിഷമിക്കണ്ട, ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് എന്നായിരുന്നു പ്രജിന്റെ വാക്കുകൾ ഉണ്ടായിരുന്നത്. ഹെൽത്തി ഗ്രോസേഴ്സിന്റെ വക പ്രജിന് ഒരു ഫോട്ടോ ഫ്രെയിമിന്റെ സമ്മാനവും നൽകിയിരുന്നു. സാൻഡ്ര ഒരു കൊച്ചുകുട്ടിയെ പോലെ വിങ്ങി പൊട്ടി കരയുകയായിരുന്നു. അവസാനം ബിഗ് ബോസിന്റെ പ്രധാന വാതിൽ തുറന്ന് പ്രജിൻ മറ്റുള്ള ഹൗസ്മേറ്റ്സിനോട് യാത്ര പറഞ്ഞുകൊണ്ടിരിക്കവേ സാൻഡ്ര അവിടെ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. പ്രജിനും കൂടെ ഓടി സാൻഡ്രയെ പിടിച്ചു വലിച്ച് അകത്തേക്കിടുകയായിരുന്നു. ശരിക്കും അത് ഒരു നാടകീയ രംഗമായിരുന്നു. പ്രജിനോട് പറഞ്ഞു, ഞാൻ പൊക്കോളാം, നീ ഇവിടെ തന്നെ നിൽക്കണമെന്നായിരുന്നു സാൻഡ്ര പറഞ്ഞിരുന്നത്. അവസാനം സാൻഡ്രയെ മറ്റുള്ള ഹൗസ്മേറ്റ്സ് എല്ലാവരും പിടിച്ചു വെക്കുകയും പ്രജിൻ പോവുകയുമായിരുന്നു ചെയ്തിരുന്നത്. പ്രധാന വാതിലിന്റെ കതക് കൊട്ടി സാൻഡ്ര പൊട്ടി കരയുകയായിരുന്നു. അങ്ങനെ ഹൗസ്മേറ്റ്സ് എല്ലാവരും സാൻഡ്രയെ പിടിച്ച് വീടിനകത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പിന്നീട് പ്രജിനെ നമ്മൾ കണ്ടത് സ്റ്റേജിൽ വെച്ചായിരുന്നു. അങ്ങനെ പ്രജിനും വിജയ് സേതുപതിയും ഒരുപാട് സമയമാണ് ഇന്ന് സ്റ്റേജിൽ സ്പെൻഡ് ചെയ്തത്. ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കണ്ടസ്റ്റന്റ് ഇത്രയും നേരം അവിടെ നിന്ന് സംസാരിക്കുന്നതായി ഞാൻ കണ്ടിട്ടുള്ളത്. പ്രജിനും വിജയ് സേതുപതിയും ഇത്രമാത്രം കൂട്ടുകാരാണെന്നുള്ളത് ഞാൻ ഇന്നാണ് അറിയുന്നത്. ആദ്യം സാറെന്ന് വിളിച്ച് സംസാരിച്ചപ്പോൾ വിജയ് സേതുപതി പറഞ്ഞു, ഇനി സാറെന്നൊന്നും വിളിക്കേണ്ട മച്ച എന്ന്. പിന്നീട് അങ്ങോട്ട് മച്ചമാരുടെ സംസാരമായിരുന്നു. പ്രജിന് ബിഗ് ബോസ് ഹൗസിലെ യാത്രകളെല്ലാം ഉടനീളം കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് ഹൗസിലെ മറ്റുള്ള ഹൗസ്മേറ്റ്സിനോട് യാത്ര പറയുവാൻ വേണ്ടി ഒരിക്കൽ കൂടി ബിഗ് ബോസ് ഒരു അവസരം നൽകുകയായിരുന്നു. ആ സമയമായപ്പോഴേക്ക് സാൻഡ്ര കരഞ്ഞു ഇല്ലാതായിരുന്നു. അവസാനം ഒരുപാട് സമയമായിരുന്നു പ്രജിൻ സാൻഡ്രയെ കൺവിൻസ് ചെയ്യുവാൻ വേണ്ടി സംസാരിച്ചു കൊണ്ടിരുന്നത്. നീ ഒരു കാരണവശാലും കരയണ്ട, കുട്ടികളുടെ കാര്യം ആലോചിച്ചിട്ടല്ലേ നിനക്ക് വിഷമമുണ്ടായിരുന്നത്, ആ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം, നീ നന്നായി ഗെയിം കളിക്കണം, നീ കപ്പെടുക്കണം, ഒരു കാരണവശാലും നീ തളർന്നു നിൽക്കരുത്, കരയാനുള്ള അത്രയും നീ ഇന്ന് തന്നെ കരഞ്ഞു തീർത്തോ, നാളെ മുതൽ നീ ഗെയിമിലേക്ക് ഇറങ്ങണമെന്നായിരുന്നു പ്രജിന്റെ വാക്കുകൾ ഉണ്ടായിരുന്നത്. അവിടെയുള്ള മറ്റുള്ള ഹൗസ്മേറ്റ്സിനെല്ലാവർക്കും ഇപ്പോൾ ഒരു പ്ലസ് പോയിന്റ് ആണ്. കാരണം നിനക്ക് മാത്രമാണ് നഷ്ടം സംഭവിച്ചിരിക്കുന്നത്, അത് നിന്റെ ഏറ്റവും വലിയ മൈനസ് ആണ്, അതുകൊണ്ട് തന്നെ തളരാതെ മുന്നോട്ട് വരണമെന്നായിരുന്നു പ്രജിന്റെ വാക്കുകൾ. പിന്നെ അങ്ങോട്ട് പ്രജിനും വിജയ് സേതുപതിയും തമ്മിലുള്ള ഒരുപാട് ഫണ്ണുകളായിരുന്നു. പ്രജിൻ ഇടയ്ക്കിടെ പറയുന്നുണ്ട്, സാൻഡ്ര എന്നെ വിളിക്കുന്നുണ്ട്, അവൾക്ക് നല്ല വിഷമമുണ്ട്, അതുകൊണ്ട് ഞാൻ അകത്തേക്ക് തന്നെ പോകട്ടെ എന്ന് പലതവണ പറഞ്ഞു. അപ്പോൾ വിജയ് സേതുപതി പറഞ്ഞു, ആ ഗെയിം മാത്രം ഇവിടെ നടക്കില്ല മച്ച എന്ന്. ഹൗസിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്നത് പോലെ സാൻഡ്ര കാണിച്ചപ്പോൾ സാൻഡ്രയെ കെട്ടിപ്പിടിക്കുന്നതിന് പകരം വിജയ് സേതുപതിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കുള്ള കെട്ടിപ്പിടുത്തമാണ് ഈ ഇരിക്കുന്നതെന്ന്. സാൻഡ്ര BB ഹൗസിൽ നിന്ന് ഒരു പ്ലെയിൻ കിസ് കൊടുത്തപ്പോൾ അത് ഞാൻ വാങ്ങിക്കോട്ടെ എന്ന് വിജയ് സേതുപതിയോട് പെർമിഷൻ എടുത്ത പ്രജിനോട് സ്വന്തം ഭാര്യയുടെ ഉമ്മ വാങ്ങണമെങ്കിൽ എന്നോട് പെർമിഷൻ ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്ന്. അങ്ങനെ വിജയ് സേതുപതിയുടെ കവിളത്ത് ഒരു വലിയൊരു മുത്തമായിരുന്നു പ്രജിൻ കൊടുത്തത്. എന്നിട്ട് പറഞ്ഞു, ഇത് നിനക്കുള്ളതാണെന്ന്. അപ്പോൾ വിജയ് സേതുപതി തിരിച്ച് ഒരു മുത്തം പ്രജിനും കൊടുത്തു. സാൻഡ്രയ്ക്ക് നൽകാൻ പറ്റാത്തത് കൊണ്ട് സാൻഡ്രയുടെ മുത്തം ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വിജയ് സേതുപതി കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തിരുന്നത്. ശരിക്കും ആദ്യമായിട്ടാണ് ബിഗ് ബോസിന്റെ ഒരു ഹോസ്റ്റ് ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് ഒരു കണ്ടസ്റ്റന്റിനോട് പെരുമാറുന്നതായി കാണുന്നത്. ഒരുപാട് സമയമായിരുന്നു അവരുടെ കോൺവെർസേഷനും റൊമാൻസും എല്ലാം ഉണ്ടായിരുന്നത്. അവസാനം വിജയ് സേതുപതി പറഞ്ഞു, ഇതിനൊരു അവസാനമൊന്നുമില്ലേ, ഷോ ഒന്നും നിർത്തണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രജിനെ പറഞ്ഞു വിടുകയായിരുന്നു. ശരിക്കും എവിക്ഷൻ ആദ്യം ഒരു സാഡായി തോന്നിയെങ്കിലും വിജയ് സേതുപതിയുടെയും പ്രജിന്റെയും ആ ബോണ്ടെല്ലാം കണ്ടപ്പോൾ ശരിക്കും ഫണ്ണായി മാറി. പോകുന്ന മുന്നേ പ്രജിൻ ഒരു തഗ്ഗടിച്ചിട്ടാണ് പോയിരിക്കുന്നത്, പൊണ്ടാട്ടി വീട്ടിക്ക് പോയിട്ടെ എന്ന്. അതായത് ഭാര്യമാരുടെ അടുത്ത് നിന്ന് എസ്കേപ്പായ ഒരു ഭർത്താവിന്റെ സന്തോഷമാണ് അവിടെ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ എവിക്ഷൻ ഒരു കിടിലം എവിക്ഷൻ തന്നെയായിരുന്നു. നിങ്ങൾക്ക് ബിഗ് ബോസ് തമിഴ് സീസൺ 9 അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.